പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഇവ ചേർന്നതാണ് ധനുരാശി. ഈ രാശിക്കാർക്ക് ഏപ്രിൽ മാസം മുതൽ കണ്ടകശനി തുടങ്ങിക്കഴിഞ്ഞു. എന്നാലും രാഹു, വ്യാഴം ഈ രണ്ട് ഗ്രഹങ്ങളും ഇവർക്ക് ഇപ്പോൾ അനുകൂല സ്ഥിതിയിലാണ്. തറവാട് വീടുകളിലും സഹോദരങ്ങളുടെ വീടുകളിലും മറ്റും താമസിച്ചുകൊണ്ടിരുന്നവർക്ക് ആ വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് ഒഴിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയുണ്ടാകും. അതേപോലെ അമ്മയ്ക്ക് രോഗാവസ്ഥ കാരണം ഗൃഹസംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിട്ടേക്കാം. വിവാഹത്തിന് അനുകൂലതയുള്ള സമയമാണ്. ഒരുപക്ഷെ അവരുടെ വിവാഹത്തിനെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നതെങ്കിൽ സന്താനങ്ങളുടെ വിവാഹങ്ങൾക്കാണെങ്കിലും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയും. വിദേശത്തുള്ള മക്കൾ മൂലം കയ്യിലേക്ക് പണം വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. കർമ്മരംഗത്ത് മാന്ദ്യത അനുഭവപ്പെട്ടാലും അത് സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നയിക്കാനിടയില്ല. അവരവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിക്ഷേപ പദ്ധതികളിലോ സമ്പാദ്യ പദ്ധതികളിൽ നിന്നോ ഉള്ള വരുമാന മാർഗങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. വീട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിച്ചിരിക്കുന്നവർക്ക് അത് നടന്നു കിട്ടാനും അതുവഴി കയ്യിൽ പണം വരാനുമുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. പൊതുവെ ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണെന്ന് പറയാം. പ്രത്യേകിച്ചും പൈസയുടെ ഞെരുക്കത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഈ വരുന്ന ഒരു കൊല്ലം ഉണ്ടാകാൻ സാധ്യത തീരെ കുറവാണ്. വിദ്യാഭ്യാസത്തിന് അനുകൂലമായിട്ടുള്ള സമയമല്ലെങ്കിലും വിദേശത്ത് വിദ്യാഭ്യാസത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിൽ തടസ്സമുണ്ടാകാനുള്ള വഴിയില്ല.